നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറുപയർ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയർ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു 3 മണിക്കൂർ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയറാണ് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. കുക്കറിൽ വേവിക്കേണ്ടവർക്ക് കുക്കറിലും വേവിക്കാം. പക്ഷെ ഇതൊരുപാട് വെന്തുടഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ അവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ്. ഞാൻ സാധാരണയായിട്ട് ഈ പൾസസൊക്കെ എല്ലാ പയറുവർഗ്ഗങ്ങളും കറി വയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം ഇത് ഗ്യാസ് ഫോം ചെയ്യുന്നതാണ് ഈ പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട്. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു തണ്ട് വേപ്പില ആണ്, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്, ചതച്ച മുളക് ആണ് കേട്ടോ. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചെറു തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, രുചി വേറെ മാറിപ്പോവും. അതുകൊണ്ട് ചെറു തീയിലിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. ഇവിടെ മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരും. കരിഞ്ഞതിന് നമുക്ക് ചുമ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ചെറുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ചിലർക്ക് തേങ്ങ ചേർക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഞാൻ ഒരല്പം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കെപ്പോഴും ഇത് ചെറുപയർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർത്തതിനോടാണ് കുറച്ചുകൂടി താല്പര്യം കൂടുതൽ. ചിലർ ഈ ചെറുപയർ മറ്റു രീതികളിലും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചെറുപയർ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ചെറുപയർ തോരനാണ് എനിക്ക് കൂടുതൽ രുചി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ രീതി. ഇനി ഈ നാളികേരം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുപയർ വേവിച്ച് വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെറുപയർ വേവിച്ചത്, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുപയർ ഞാനിതിലേക്ക് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. വേവിച്ച് വെച്ച കണ്ടോ, ഇതൊരുപാട് കുഴഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ ഇങ്ങനെ കിട്ടണം, ഉലർന്ന് കിട്ടണം. അതുകൊണ്ടാണ് ഞാനിത് കുക്കറിൽ വേവിക്കാതിരുന്നത്. ചില സമയങ്ങളിൽ കുക്കറിൽ വേവിക്കുമ്പോൾ അതൊന്ന് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകാറുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. ചെറുപയറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പാണെങ്കിൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചിരിക്കുക. അതൊന്ന് എല്ലാം കൂടി മിക്സായി യോജിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ചെറുപയർ തോരൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ നിങ്ങളുടെ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതും എല്ലാ അഭിപ്രായങ്ങളും പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.